നമസ്കാരം. ചാറ്റ് ജി പി ടി ഗോ എങ്ങനെ ഫ്രീ ആയിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട്? കാരണം ഇന്ത്യയുടെ 1 ബില്യൺ+ യൂസർ ബേസ് ഉള്ള ഈ ഒരു വലിയൊരു മാർക്കറ്റ് കൈയടക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് ജി പി ടി മാത്രമല്ല, ഗൂഗിളും പെർപ്ലക്സിറ്റിയും എല്ലാവരും ഇതിനകത്ത് പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ചാറ്റ് ജി പി ടി ആ ഒരു യൂസർ ബേസിലോട്ട് കൈയടക്കാൻ വേണ്ടിയിട്ട് അവർ ഇപ്പം 399 രൂപ പെർ മന്ത് നേരത്തെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന ഈ ഒരു പ്ലാൻ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇതെങ്ങനെ ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാം, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാം. അതിന് മുമ്പ് ഇതിന്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ പറയാം. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെ ഫ്രീ വേർഷൻ്റെ അകത്ത് കുറെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ GPT-5 വേർഷനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് ലിമിറ്റ് ആയിട്ടുണ്ട്, അടുത്ത കുറച്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് വീണ്ടും യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ എന്നൊക്കെയുള്ള മെസ്സേജസ് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു ഗോ വേർഷൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമുക്ക് റിലയൻസ് ജിയോ വഴി നമുക്ക് ഇതിന്റെ പ്രോ വേർഷൻ 18 മാസത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അത് അതിന്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ജെമിനിയും ജിയോയും കൂടെ ചേർന്നിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജനറലി നമ്മൾ ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 റുപ്പീസിന് 1 മന്താണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ റിലയൻസ് ജിയോ വഴി നമുക്ക് ഇത് 18 മാസം വരെ നമുക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്ത പെർപ്ലക്സിറ്റിയാണ്. പെർപ്ലക്സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയർടെല്ലുകാർ ത്രൂ അവർ 1 ഇയർ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഇതിന്റെ പ്രോ വേർഷൻ. പ്രത്യേകിച്ച് റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒക്കെ കൂടുതൽ അല്ലെങ്കിൽ പല ഏതെങ്കിലും പ്രത്യേകം കാര്യങ്ങളൊക്കെ കൂടുതൽ സെർച്ച് ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു AI കുറെ കൂടെ ബെറ്റർ ആണ് ചാറ്റ് ജി പി ടിയെക്കാളും. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ചാറ്റ് ജി പി ടിയിലോട്ട് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ chatgpt.com പോകുക, അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയുടെ മൊബൈൽ ആപ്പ് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല. നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ അതിന്റെ ഒരു ഇത് വരുന്നുണ്ട്, ട്രൈ ഗോ ഫ്രീ എന്ന് പറഞ്ഞ്. ഇതിൻ്റെ അകത്ത് അപ് ടു 12 months എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ട്രൈ ഗോ എന്ന് പറഞ്ഞ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഒരു ഫ്രീ പ്ലാൻ രജിസ്റ്റർ ചെയ്യുന്ന പോലെയല്ല ഇതിന്റെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് അപ്ഗ്രേഡ് ടു ഗോ കൊടുക്കുക. അപ്പം അതിന്റെ ഒരു പ്ലാൻ, പേയ്മെന്റ് പ്ലാന്റെ ഒരു കാര്യങ്ങൾ അവിടെ വരും, ബില്ലിംഗ് പ്ലാൻ വരും. അതിനകത്ത് അവർ ഡിസ്കൗണ്ട് ആഡ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇത് കണ്ടോ സബ്സ്ക്രിപ്ഷന്റെ ഇത്, അതിനകത്ത് ടോട്ടൽ ഡിസ്കൗണ്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് എമൗണ്ട് അടുത്ത 12 monthsലേക്ക്. സോ നമുക്ക് UPI വഴി പേയ്മെന്റ് ചെയ്യാം, അതേപോലെ തന്നെ കാർഡ് വഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ നമ്മുടെ പേയ്മെന്റ് ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. ഞാൻ എൻ്റെ UPI ആണ് ട്രൈ ചെയ്തത്. അപ്പം എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു പേയ്മെന്റിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ UPI ആപ്പിലോട്ട് വരും. നമ്മൾ ജസ്റ്റ് അത് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അതൊരു സബ്സ്ക്രിപ്ഷൻ ആണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ആ സബ്സ്ക്രിപ്ഷൻ അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് പ്രത്യേകിച്ച് ഇതിൽ അവർ ആ സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ UPIയുടെ ഇത് വരുന്നത്, ഒരു 399 രൂപയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ. വൺസ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആക്റ്റീവായി കിട്ടും. നമ്മുടെ ഇത് പൈസയൊന്നും പോകത്തില്ല. വൺസ് അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ChatGPT-5 യു ആർ സബ്സ്ക്രൈബ് ടു എന്ന് പറഞ്ഞ് അതിനകത്ത് കാണിക്കും. നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ ChatGPT Go എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ്. എനിക്ക് December 5 വരെ എനിക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിനകത്ത് ഒന്ന് നമ്മൾ കാർഡ് കൊടുക്കുകയാണെങ്കിൽ കാർഡ് എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, എന്നിട്ട് ആ കാർഡ് വെരിഫൈ ചെയ്യണം. അതിന് 1 രൂപ പോകും. എന്നിട്ട് അത് ജസ്റ്റ് ആ ഒരു വെരിഫിക്കേഷൻ റെക്കറിങ് കാര്യങ്ങൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ അവർ എനേബിൾ ചെയ്യും, സബ്സ്ക്രിപ്ഷൻ എനേബിൾ ചെയ്തേക്കണം. UPI കൊടുക്കാൻ പറ്റും. UPI കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു UPI അതിനകത്ത് 399 രൂപയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ഇതാണ് വരുന്നത്. അത് അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ UPI അതിന്റെ അപ്രൂവ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റീഡയറക്ട് ചെയ്ത് ഈ ഒരു പ്രോയിലേക്ക് വരും. പിന്നെ നമുക്ക് പ്രോ യൂസ് ചെയ്യാൻ മീൻസ് ഗോ എന്ന് പറഞ്ഞ ആ ഒരു വേർഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അത്രയും സിമ്പിളാണ് സംഭവം. പൈസയൊന്നും പോകില്ല. കാർഡ് വെരിഫിക്കേഷന് 1 രൂപ പോകുമായിരിക്കും. പക്ഷെ UPI വരുവാണെങ്കിൽ 1 പൈസയും പോകില്ല. നേരെ നമുക്ക് അതിനകത്ത് അപ്രൂവൽ കൊടുത്താൽ നമ്മൾ നേരെ ഇത് ആക്റ്റീവായി കിട്ടും. IEEE Campusന്റെ നെറ്റ്വർക്ക് പ്രൊഫഷണൽ കോഴ്സ് ലോഞ്ച് ആയിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ട്രെയിനിങ്ങിന്റെ ഒരു അപ്ഗ്രേഡ് ആണ്.
അപ്പോൾ നമ്മൾ ഒരു അഡ്മിനിസ്ട്രേറ്ററിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ലെവലിലോട്ടുള്ളത് അപ്ഗ്രേഡിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു കംപ്ലീറ്റ് കോഴ്സ് ആണത്. അപ്പൊ ഇതിനകത്ത് ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, എൻഡ് ടു എൻഡ് ആയിട്ട്. ഈവൻ തിയറി ആണെങ്കിലും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടതെന്നും ഓരോ കോൺഫിഗറേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ബെസ്റ്റ് പ്രാക്ടീസ് എന്തൊക്കെയാണെന്നും ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി, അത് കൂടാതെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രാക്ടിക്കലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രാക്ടിക്കലിന് ഒരു വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ഒരു റിയൽ വേൾഡ് സെനാരിയോ വെച്ചിട്ടാണ് പ്രാക്ടിക്കൽസ് കാണിച്ചിരിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു 1-2 റൗട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ സ്വിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് ഈ ഒരു കോൺഫിഗറേഷൻ ചെയ്യുന്നത് എന്നുള്ളതല്ല. അതിനു പകരം നമ്മളൊരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ശരിക്കും ഒരു റിയൽ നെറ്റ്വർക്കിൽ എങ്ങനെയാണോ നമ്മളൊരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തിട്ട് അതിനാണ് നമ്മൾ ശരിക്കും ഓരോ കോൺഫിഗറേഷൻ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു റിയൽ വേൾഡിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയയും കൂടെ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ഒരു പുതിയതായിട്ട് ഈ ഒരു നെറ്റ്വർക്ക് ഫീൽഡിലോട്ട് വരുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇവർക്കെല്ലാം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയാ, ഈ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതിലേക്ക് കൂടുതൽ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് അതിനകത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ തിയറിയും അതുപോലെ തന്നെ ഡീറ്റെയിൽ പ്രാക്ടിക്കലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കംപ്ലീറ്റ് സെഷനാണ് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് പ്രൊഫഷണൽ ട്രെയിനിങ്. ഇതിന്റെ അകത്ത് തന്നെ ടാസ്കുകളും ഉണ്ട്, അതുകൂടാതെ തന്നെ കുറെ എക്സസൈസുകളും നമുക്ക് ചെയ്യാൻ പറ്റും. അന്നേരം അങ്ങനെയാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ കോഴ്സിന് ട്രെയിനർ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ട്രെയിനർ സപ്പോർട്ട് ഉണ്ട്, അതിൽ ചോദിക്കാൻ പറ്റും, ആൻസേഴ്സ് കിട്ടും. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സ് മൊബൈലിലും വെബിലും ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കോഴ്സിന്റെ കറിക്കുലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടിൽ കണക്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഈ കോഴ്സ് അവൈലബിൾ ആണ്. അവിടെയും ഇതിന്റെ കംപ്ലീറ്റ് സിലബസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ വെബ്സൈറ്റ് ആണെങ്കിൽ www.iwcampus.com അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് നമ്പറിൽ കണക്ട് ചെയ്താൽ മതി.